ഗേ ഡേറ്റിംഗ് ആപ്പ് വഴിയുള്ള സൗഹൃദങ്ങൾ, സ്വവർഗരതിക്ക് വേണ്ടിയുള്ള അനാശാസ്യ കേന്ദ്രങ്ങൾ, കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷവും മനുഷ്യരുടെ കാഴ്ചപ്പാടും സൗഹൃദങ്ങളുടെ സ്വഭാവവുമൊക്കെ മാറുകയാണ്. ആണും തമ്മിലുള്ള ബന്ധങ്ങളെ നമ്മുടെ സമൂഹം ഇപ്പോൾ ഒരു പരിധിവരെയും അംഗീകരിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് സൗഹൃദങ്ങൾക്ക് വേണ്ടി ഇത്തരം രഹസ്യ കേന്ദ്രങ്ങളെന്ന് പരിശോധിക്കണം. ചില സ്കൂൾ വിദ്യാർത്ഥികളിൽ മുതൽ വയോജനങ്ങളിൽ വരെയും ലൈംഗിക വൈകൃതം പ്രകടമാണ്. എന്നാൽ അവിടെ പതിയിരിക്കുന്ന അപകടം പലരും തിരിച്ചറിയാറില്ല. കാരണം താൽക്കാലിക സുഖത്തിന് വേണ്ടി വഴിവിട്ട ബന്ധങ്ങൾ തേടി പോകുന്നവർ അതിക്രമത്തിന് ഇരകളാകാം. ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടപ്പെടാം. തൃശ്ശൂർ ചൊവ്വന്നൂരിൻ്റെ വാടക വീട്ടിൽ വെച്ച് യുവാവ് കൊല്ലപ്പെട്ടത് സ്വവർഗരതിക്കിടെയാണ്. ഇതോടൊപ്പം കൊല്ലത്തെ വ്യാജ വൈദ്യൻ്റെ തിരുമൽ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കിടെ വീട്ടമ്മയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായ കേസിനെക്കുറിച്ചും കേട്ടു. ലൈംഗിക ദാരിദ്ര്യമാണോ മലയാളിയെ അക്രമികളാക്കി മാറ്റുന്നത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. തൃശ്ശൂർ ചൊവ്വന്നൂരിന് സമീപം മുരിങ്ങത്തേരിയിലെ ദുരൂഹതകൾ ഒളിഞ്ഞിരിക്കുന്ന വാടക ക്വാർട്ടേഴ്സ്. രാത്രിയും പകലും ഇവിടെ പലരും വന്നു പോകാറുണ്ട്. എല്ലാം പുരുഷന്മാരായതുകൊണ്ട് ആർക്കും ഒട്ടും സംശയമുണ്ടായിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് വീട്ടിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടതോടെ നാട്ടുകാർ ഓടിക്കൂടി. മുറിയുടെ പൂട്ട് പൊളിച്ച് നോക്കിയപ്പോൾ തറയിൽ വിവസ്ത്രനായി ഒരു യുവാവിൻ്റെ മൃതദേഹം. പോലീസ് എത്തി പരിശോധിച്ചതോടെ മുറിയിൽ ബലപ്രയോഗം നടന്നതിൻ്റെ ലക്ഷണങ്ങൾ. അതോടെ സംഭവം കൊലപാതകമെന്ന് പോലീസ് ഉറപ്പിച്ചു. വാടകക്കാരനായ ചൊവ്വന്നൂർ സ്വദേശി സണ്ണിയെ ചോദ്യം ചെയ്തതോടെ സംഭവത്തിൻ്റെ ചുരുളഴിഞ്ഞു. സ്വവർഗരതിക്കിടെ ഉണ്ടായ കൊലപാതകമെന്നാണ് കണ്ടെത്തൽ. കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പ്രതി സണ്ണി പലരെയും ക്വാർട്ടേഴ്സിൽ കൊണ്ടുവരാറുണ്ടെന്നും വാടക വീടിൻ്റെ മറവിൽ പല നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നടന്നിരുന്നതായും വിവരമുണ്ട്. ചൊവ്വന്നൂർ ബസ് സ്റ്റോപ്പിന് സമീപത്തെ വാടക ക്വാർട്ടേഴ്സിലാണ് കഴിഞ്ഞ ദിവസം കത്തിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ചൊവ്വന്നൂർ മുരിങ്ങത്തേരി രാജന്റെ ഉടമസ്ഥതയിലുള്ള വാടക കെട്ടിടത്തിലാണ് മൃതദേഹം കണ്ടത്. ഞായറാഴ്ച വൈകിട്ട് 5:30 മുറിയിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടപ്പോൾ സമീപത്ത് താമസിക്കുന്നവർ ഉടമയെ വിവരമറിയിച്ചു. ഉടമയെത്തി വാടകക്കാരനായ ചൊവ്വന്നൂർ സ്വദേശി സണ്ണിയെ ഫോണിൽ ബന്ധപ്പെട്ടു. കൃത്യമായ മറുപടിയൊന്നും ഇയാൾ പറഞ്ഞില്ല. മുറിയുടെ പൂട്ട് പൊളിച്ചു നോക്കിയപ്പോഴാണ് കരിപുരണ്ട് കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടത്. വസ്ത്രങ്ങളുണ്ടായിരുന്നില്ല. മുറിയിൽ ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങളുണ്ടായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വൈകിട്ട് 7:30 ശക്തൻ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് സണ്ണിയെ പിടികൂടിയത്. കൊല്ലപ്പെട്ടയാളും സണ്ണിയും ശനിയാഴ്ച രാത്രി കുന്നംകുളം ബൗക്കോ മദ്യവിൽപ്പനശാലയുടെ പരിസരത്ത് നിന്ന് ഒന്നിച്ച് മുറിയിലേക്ക് വരുന്നതിന്റെയും ഞായറാഴ്ച രാവിലെ സണ്ണി തനിച്ചു പുറത്തു പോകുന്നതിന്റെയും ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാകുന്നത്. സ്വവർഗരതിക്കായി സണ്ണി പലരെയും ഈ ക്വാർട്ടേഴ്സിൽ കൊണ്ടുവരാറുണ്ടെന്നും പോലീസ് പറയുന്നു. കൊല്ലപ്പെട്ടയാൾ മുൻപ് ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. ഇയാളെ ഫ്രൈയിങ് പാൻ ഉപയോഗിച്ച് തലയ്ക്കും മുഖത്തും ശക്തമായി അടിച്ചതിനു ശേഷം ദേഹത്ത് കത്തി ഉപയോഗിച്ച് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. മരിച്ച ശേഷമാണ് മൃതദേഹം കത്തിച്ചതെന്നാണ് നിഗമനം. തൃശൂരിലെ സ്വകാര്യ സ്ഥാപനത്തിലെ സുരക്ഷാ ജീവനക്കാരനായ സണ്ണി ഇവിടെ തനിച്ചാണ് താമസിച്ചിരുന്നത്. 2 കൊലക്കേസുകളിലെ പ്രതി കൂടിയാണ് ഇയാൾ. മുത്തശ്ശിയെയും ഇതര സംസ്ഥാന തൊഴിലാളിയെയും കൊലപ്പെടുത്തിയ കേസുകളിൽ ഇയാൾ പ്രതിയായിരുന്നു. പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കുന്നതിനിടയിലാണ് 2006 ഇയാൾ ഇതര സംസ്ഥാനക്കാരനെ കൊലപ്പെടുത്തിയത്. 2024 ഓഗസ്റ്റിലാണ് സണ്ണി ചൊവ്വന്നൂരിലെ ക്വാർട്ടേഴ്സിൽ താമസം തുടങ്ങിയത്. തൃശൂർ. ശരീരത്തിലുണ്ടാകുന്ന ഏതുതരം വേദനയും നിമിഷം നേരം കൊണ്ട് മാറ്റും. തിരുമൽ ചികിത്സയുടെ സ്ലോ മോഷൻ രംഗങ്ങളും ഗ്രാഫിക്സും മ്യൂസിക്കുമൊക്കെ ചേർത്തുള്ള സോഷ്യൽ മീഡിയയിലെ പരസ്യം കണ്ടാൽ ആരും വിശ്വസിച്ചു പോകും. എന്നാൽ കൊല്ലം കരുനാഗപ്പള്ളിയിലെ തിരുമൽ കേന്ദ്രത്തിലെത്തുന്ന സ്ത്രീകളെ ചികിത്സയുടെ പേരിൽ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതാണ് വൈദ്യൻ്റെ പരിപാടി.
ഇങ്ങനെയുള്ള പരസ്യം കണ്ട് ചികിത്സയ്ക്കെത്തിയ വീട്ടമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ വ്യാജവൈദ്യൻ അറസ്റ്റിലായി. ചേർത്തല തുറവൂർ സ്വദേശി ചന്ദ്രബാബുവാണ് പിടിയിലായത്. കൂടുതൽ പേരെ ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നു. ചേർത്തല തുറവൂർ സ്വദേശിയായ ചന്ദ്രബാബു എന്ന സഹലേഷ് കുമാർ കരുനാഗപ്പള്ളി കോടതി സമുച്ചയത്തിന് സമീപമുള്ള വീട്ടിൽ തിരുമൽ കേന്ദ്രം നടത്തി വരികയായിരുന്നു. എത്ര പഴക്കമുള്ള വേദനയും ഒറ്റ ദിവസം കൊണ്ട് മാറ്റി നൽകാമെന്ന സമൂഹ മാധ്യമങ്ങളിൽ പരസ്യം നൽകിയാണ് ഇയാൾ പലരെയും ഇവിടെ എത്തിക്കുന്നത്. ഇങ്ങനെ പരസ്യം കണ്ടാണ് കണ്ണൂർ സ്വദേശിനി പ്രതിയെ സമീപിക്കുന്നത്. നടുവേദനയുടെ ചികിത്സയ്ക്കായി എത്തിയ സ്ത്രീയെ 54-കാരനായ പ്രതി ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കരുനാഗപ്പള്ളി പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ഇയാളുടെ പരസ്യ വീഡിയോകൾ കണ്ട നിരവധി പേരാണ് ചികിത്സ തേടിയെത്തുന്നത്. കരുനാഗപ്പള്ളി പോലീസ് SHO B ബിജുവിന്റെ നേതൃത്വത്തിൽ SI-മാരായ ഷമീർ, ആഷിഖ്, സജികുമാർ, CPO ഹാഷിം, അനിത എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊല്ലം. പ്രണയിച്ചയാളെ വിവാഹം കഴിച്ചതിന് കുടുംബത്തിൽ നേരിട്ട ഒറ്റപ്പെടൽ, പിന്നീട് നിർബന്ധിത മതപരിവർത്തനത്തിനുള്ള സമ്മർദ്ദവും ഭീഷണിയും. കോഴിക്കോട് പയ്യാനിക്കലിൽ മിശ്രവിവാഹിതരായ ദമ്പതികൾ ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് അനുഭവിച്ചത് സമാനതകളില്ലാത്ത പീഡനമാണ്. യുവതി മതം മാറുകയോ യുവാവ് വിവാഹബന്ധം വേർപെടുത്തുകയോ ചെയ്യണമെന്നാണ് കുടുംബം നിർബന്ധിക്കുന്നത്. കുടുംബസ്വത്തിൻ്റെ ഓഹരി യുവാവിൽ നിന്ന് ഉമ്മ സ്വന്തം പേരിലാക്കി. വീട്ടിൽ നിന്നും മോഷണം നടത്തിയെന്ന് ആരോപിച്ച് ദമ്പതികൾക്കെതിരെ കുടുംബം നൽകിയ പരാതിയിൽ പോലീസ് കേസുമെടുത്തു. ഇപ്പോൾ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഈ യുവദമ്പതികൾ. രണ്ടായിരത്തി 19 ആറ്റിങ്ങൽ സ്വദേശിനിയായ യുവതിയും കോഴിക്കോട് പയ്യാനിക്കൽ സ്വദേശിയും ആയ യുവാവും തമ്മിൽ സൗഹൃദത്തിലാവുന്നത്. പിന്നീട് 2021 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇരുവരും വിവാഹം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് യുവാവിന്റെ വീട്ടിലേക്ക് യുവതി എത്തുന്നത്. ആ സമയം മുതൽ കടുത്ത പീഡനങ്ങൾക്ക് താൻ വിധേയയാകുന്നു എന്നാണ് യുവതി പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം മതം മാറണമെന്നാണ്. ഹിന്ദു മതവിശ്വാസിയായ യുവതി മുസ്ലിം ആയി മാറണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇത്തരമൊരു മതമാറ്റത്തിന് താൻ ആവില്ല എന്ന് അറിയിച്ചുകൂടി മറ്റൊരു യുവതിയെ വിവാഹം കഴിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വരികയായിരുന്നു എന്നാണ് യുവതി പറയുന്നത്. എന്നോട് ഉമ്മ പറയുന്നത് ഹസ്ബൻഡിന് കുട്ടീനെ വേണ്ടാന്ന് പറഞ്ഞു, നിന്നെ വേണ്ടാന്ന് പറഞ്ഞു. ഹസ്ബൻഡിനോട് പറയുന്നത് നീ വേറൊരു കല്യാണം കഴിക്കുക, നമ്മളെ മുഖത്തുനിന്ന് വേറൊരു കല്യാണം കഴിച്ചിട്ട് ആ പെൺകുട്ടിയുടെ സ്വർണ്ണവും പൈസ എടുത്ത് എനിക്ക് തരണം, എന്നിട്ട് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടുക. ഇതാണ് ഉമ്മ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഞങ്ങൾ രണ്ടുപേരുടെയും വക്കീലാണ് ഞങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളാണ് ഉമ്മ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഉമ്മയുടെ ആവശ്യം ഇനിയും സ്ത്രീധനം വേണം. ഉമ്മയ്ക്ക് മാത്രമല്ല, അനിയത്തിയുണ്ട് ഫിദ എന്ന് പറയും, അനിയത്തിയുടെ ഹസ്ബൻഡ് ലബീബ്. ഇവർക്ക് ആ വീട്ടിൽ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാറിക്കൊടുക്കണം. വീട്ടിലെത്തിയ ശേഷം കടുത്ത പീഡനങ്ങൾക്കാണ് തന്നെ കുടുംബം വിധേയമാക്കിയതെന്നും യുവതി പറയുന്നു. 1 വയസ്സുള്ള കുട്ടിക്ക് കളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം പോലും ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ഒപ്പം ഈ വീടിന്റെ സുരക്ഷയ്ക്കായി CCTV ദൃശ്യങ്ങൾ വെച്ചപ്പോഴും ഈ ദൃശ്യങ്ങൾ പലപ്പോഴും തന്റെ കിടപ്പുമുറി അടക്കമുള്ളിടത്തേക്കാണ് തിരിച്ചുവെച്ചത്. താൻ ആവശ്യപ്പെടുമ്പോൾ മാത്രമാണ് അത് മറ്റിടത്തേക്ക് മാറ്റിയത്. തങ്ങൾക്ക് വീട്ടിൽ കഴിയാമെന്ന കോടതി ഉത്തരവുണ്ടായിട്ട് പോലും അതിനുള്ള സാഹചര്യം കുടുംബം ഒരുക്കുന്നില്ല. വൈദ്യുതിയും വെള്ളവും ഒക്കെ വിച്ഛേദിച്ച് തങ്ങളെ നിരന്തരം പീഡിപ്പിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ചെയ്തത്. തങ്ങൾക്ക് ഒരു മുറി ആവശ്യമുണ്ടായപ്പോൾ ആ മുറിയിലേക്ക് കയറിയതിന് മോഷണക്കുറ്റം അടക്കം ആരോപിച്ച് തങ്ങൾക്കെതിരെ കേസ് നൽകിയെന്നും യുവതി പറയുന്നു. പെങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് മതം മാറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് പറ്റത്തില്ല. അത് എന്റെ ഹസ്ബൻഡ് എന്നോട് ആദ്യം ഈ പുള്ളി ഈ പ്രപ്പോസൽ വെച്ചപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു കാലത്തും എന്റെ മതം വിട്ട് വരത്തില്ല. പുള്ളിയും അതെന്നോട് പറഞ്ഞിട്ടില്ല. പുള്ളി ഒരു വട്ടം പോലും എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. പുള്ളി കംപ്ലീറ്റ് ആയിട്ട് ആ മതം വിശ്വസിക്കുന്ന ഒരാളല്ലാന്ന് എനിക്കറിയാം. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് മതം മാറാൻ പറ്റത്തില്ല. ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് മതം മാറണം, ഈ മതം മാറണം. മതം മാറുകയാണെങ്കിൽ പ്രശ്നമില്ല, മതം മാറിയില്ലെങ്കിലാണ് പ്രശ്നം.
കടുത്ത പീഡനങ്ങൾ കുടുംബത്തിൽ നിന്നും ഉണ്ടാവുന്നു എന്നാണ് യുവാവും പറയുന്നത്. കുടുംബത്തിന്റെ നിരന്തരമായ പ്രേരണയെ തുടർന്ന് ഈ ഭാര്യയുമായി താൻ വഴക്ക് അടിക്കുന്ന ഒരു കാര്യം വരെ എത്തിയിരുന്നു. ഇതേ തുടർന്ന് തന്റെ പേരിലുള്ള സ്വത്തുക്കൾ അമ്മയുടെ പേരിലേക്ക് എഴുതി നൽകേണ്ട ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ബന്ധുക്കളുടെ ഇടപെടലിനെ തുടർന്നാണ് സ്വത്തിൽ ഒരു ഭാഗം തന്റെ കുട്ടിക്ക് എഴുതി നൽകുന്ന, അല്ലെങ്കിൽ കുട്ടിക്ക് അതിന്റെ അവകാശം നൽകുന്ന സാഹചര്യമുണ്ടായി. ഞാൻ പലവട്ടം അവരോട് ചോദിച്ചു. എൻ്റെ അടുത്ത് നിന്ന് ബ്ലാങ്ക് പേപ്പറിൽ പോലും അന്ന് സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒരു സൗന്ദര്യപ്പണക്കുള്ള സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അത് ഞങ്ങളുടെ ഇടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ സംസാരിച്ച് തീർത്ത് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആ വീട്ടിൽ കയറാൻ പറ്റില്ല. എന്നാൽ ആ വീട്ടിലേക്ക് യാതൊരു വിധത്തിൽ ഒരു ദിവസം ഞാൻ തീരെ വയ്യാതെ പനിച്ച് വീടിനടുത്ത് തന്നെയുള്ള ഒരു ക്ലിനിക്കിൽ എന്റെ വൈഫ് കൊണ്ടുപോയിട്ട് കാണിച്ചു. അപ്പൊ അവിടുന്ന് പിന്നെയും തിരിച്ച് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോയിട്ട് ഒരു 15 മിനിറ്റ് നേരം ഞാൻ ആ വീട്ടിൽ കിടന്ന സമയം, ആ സമയം കൊണ്ട് ഞാൻ എന്റെ ഉമ്മേനെ ഞാൻ തല്ലി എന്ന് പറഞ്ഞിട്ട് എന്റെ ഉമ്മ എന്നെ സ്റ്റേഷനിൽ പോയിട്ട് പരാതി വിട്ടു. കോഴിക്കോട് ബീച്ചിലാണ് പകലും വൈകുന്നേരങ്ങളുമൊക്കെ അവർ സമയം ചെലവഴിക്കുന്നത്. സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയാണ് വസ്ത്രം മാറുന്നതും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതും. ലോഡ്ജിലും ബീച്ചിലുമായാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കുടുംബം അഭയം പ്രാപിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും അടക്കം പരാതി നൽകിയിട്ടുമുണ്ട്. എന്തായാലും ഉചിതമായൊരു നടപടി അധികൃതരുടെ ഭാഗത്തുനിന്നും ഇക്കാര്യത്തിൽ ഉണ്ടാവുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് യുവാവും യുവതിയും ഉള്ളത്. നിരവധി പെൺകുട്ടികളുടെ ജീവിതം തകർത്തവനാണ് റാപ്പർ വേടൻ. അയാളുടെ പാട്ടിനോടുള്ള ആരാധനയിൽ വേടനെ സ്നേഹിച്ചവരാണ് ലൈംഗിക ചൂഷണത്തിന് ഇരകളായത്. പിന്നീട് പരാതിയും കേസുമായതോടെ വേടൻ തന്നെ ഇരുവാദം മുഴക്കി രംഗത്തെത്തുന്നു. തനിക്കെതിരായ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നായിരുന്നു ആക്ഷേപം. വേടനെതിരായ ഗൂഢാലോചന പരാതിയിൽ സഹോദരങ്ങളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഗൂഢാലോചന വ്യക്തമാക്കുന്ന ശബ്ദരേഖ അടക്കമുള്ള തെളിവുകളും കുടുംബം അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. എന്നാൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത കേസിൽ വേടനെതിരെ വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്നാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത്. വേടനെതിരായ പീഡന പരാതിയിലടക്കം ഗൂഢാലോചനയുണ്ടെന്ന നിലപാടിൽ തന്നെയാണ് കുടുംബം. വേടനെതിരെ ഉയരുന്ന തുടർച്ചയായ പരാതികളിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം നേരത്തെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ മൊഴിയെടുത്തത്. വേടനെ സ്ഥിരം കുറ്റവാളിയാക്കാനുള്ള നീക്കമാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നാണ് കുടുംബം പരാതിയിൽ പറയുന്നത്. വേടന്റെ സഹോദരൻ ഹരിദാസാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. കൊച്ചി പോലീസ് കമ്മീഷണറാണ് പരാതിയിൽ അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചത്. വേടൻ എപ്പോഴും സംസാരിക്കുന്നത് അയ്യങ്കാളിയെപ്പോലുള്ള സാമൂഹിക പരിഷ്കർത്താക്കളെക്കുറിച്ചാണെന്നും അതിഷ്ടമില്ലാത്ത ആരൊക്കെയോ വേടനെതിരെ പ്രവർത്തിക്കുന്നുവെന്നും വേടന്റെ കുടുംബം പറയുന്നു. തനിക്കെതിരെ ഗുരുതരമായ ഗൂഢാലോചന നടക്കുന്നതായി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ വേടനും കോടതിയെ അറിയിച്ചിരുന്നു. ഗൂഢാലോചനയ്ക്കുള്ള തെളിവുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു വേടൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ആസൂത്രിതമായ ഗൂഢാലോചന വേടനെതിരെ നടക്കുന്നു എന്ന ആരോപണത്തിന് ചില ഡിജിറ്റൽ തെളിവുകളും കുടുംബം അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു എന്ന പരാതിയിൽ നിലവിൽ ഹൈക്കോടതി വേടന് ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ലൈംഗിക അതിക്രമം നടത്തിയെന്ന മറ്റു 2 പെൺകുട്ടികളുടെ പരാതിയിൽ വേടനെതിരെ അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 കൊച്ചി. കുടുംബ ജീവിതത്തെക്കാൾ സൗഹൃദങ്ങൾക്കും മറ്റ് ബന്ധങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ആളുകളെ കാണാറുണ്ട്. എന്നാൽ ഇത്തരം സൗഹൃദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ താൽക്കാലിക സുഖവും സന്തോഷവും നൽകുമായിരിക്കും. എന്നാൽ ആ ബന്ധങ്ങളിൽ ചെറിയൊരു വിള്ളൽ ഉണ്ടായാൽ മതി സന്തോഷം ദുഃഖമായി മാറാൻ. കാസർഗോഡ് കുമ്പളയിലെ CPM നേതാവായ യുവ അഭിഭാഷക രഞ്ജിതയ്ക്കും അതായിരിക്കും സംഭവിച്ചത്. അഭിഭാഷകയായ രഞ്ജിതയുടെ മരണത്തോടെയാണ് പത്തനംതിട്ട സ്വദേശി അഡ്വക്കേറ്റ് അനിൽകുമാറുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞത്. യുവതിയുടെ മരണത്തിൽ കുടുംബം ദുരൂഹത ആരോപിച്ച് രംഗത്ത് വന്നതോടെ സുഹൃത്ത് അനിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. രഞ്ജിതയുടെ ആത്മഹത്യാക്കുറിപ്പും മൊബൈൽ ഫോണും പരിശോധിച്ചതിൽ നിന്ന് നിർണായക വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്.
കുമ്പളയിൽ യുവ അഭിഭാഷകയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് അഭിഭാഷകനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ട പുറമുറ്റം മുണ്ടലം ശാന്തഭവനിലെ 45-കാരൻ അനിൽകുമാറിനെയാണ് കുമ്പള പോലീസ് ഇൻസ്പെക്ടർ KP ജിജേഷിന്റെ നിർദ്ദേശപ്രകാരം SI K ശ്രീജേഷൻ സംഘവും തിരുവനന്തപുരത്ത് വെച്ച് അറസ്റ്റ് ചെയ്തത്. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനാണ് അറസ്റ്റ്. വർഷങ്ങളായി രഞ്ജിതയുടെ സുഹൃത്താണ് ഇയാൾ. സെപ്റ്റംബർ 30-നാണ് രഞ്ജിതയെ കുമ്പളയിലെ സ്വന്തം ഓഫീസ് മുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. CPM കുമ്പള ലോക്കൽ കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വില്ലേജ് സെക്രട്ടറിയും DYFI മേഖലാ പ്രസിഡന്റുമായിരുന്നു രഞ്ജിത. നിരവധി തവണ കുടുംബാംഗങ്ങൾ ഫോൺ ചെയ്തിട്ടും രഞ്ജിത ഫോൺ എടുത്തിരുന്നില്ല. ഇതേ തുടർന്ന് അന്വേഷിച്ചെത്തിയപ്പോഴാണ് ഓഫീസ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് എത്തി വാതിൽ ചവിട്ടി തുറന്ന് ഉള്ളിൽ പ്രവേശിക്കുകയായിരുന്നു. ഓഫീസ് മുറിയിൽ നിന്ന് ആത്മഹത്യക്കുറിപ്പും കണ്ടെത്തി. അഭിഭാഷിക ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിൽ നിന്നാണ് മരണം സംബന്ധിച്ച നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. രഞ്ജിതയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബവും CPM കുമ്പള ഏരിയ ലോക്കൽ കമ്മിറ്റികളും രംഗത്ത് വന്നിരുന്നു. അടുത്ത സുഹൃത്തായിട്ടും അഭിഭാഷകൻ രഞ്ജിതയുടെ മൃതദേഹം കാണാൻ പോലും എത്തിയില്ലെന്ന ആരോപണവും നിലവിലുണ്ട്. കുമ്പള ബത്തേരി സ്വദേശിനിയായ രഞ്ജിത വിവാഹിതയാണ്. അറസ്റ്റിലായ അനിൽകുമാറും വിവാഹിതനാണ്. സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് 18 കാസർഗോഡ്. കൊല്ലം പുനലൂർ ആളുകേറാമലയിലെ റബ്ബർ തോട്ടത്തിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയ കേസിൽ 2 ആഴ്ചയാകുമ്പോഴും പോലീസിന് ഒരു തുമ്പും ലഭിച്ചിട്ടില്ല. 20 പേരടങ്ങുന്ന പോലീസ് സംഘം സംസ്ഥാനത്തിനകത്തും പുറത്തും അന്വേഷണം നടത്തിയെങ്കിലും മരിച്ചയാളെക്കുറിച്ചോ കൊലയാളിയെക്കുറിച്ചോ സൂചനയില്ല. ഇതോടെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടണമെന്ന ആവശ്യം ശക്തമാണ്. കൊലപാതകത്തിൻ്റെ രീതിയും മൃതദേഹം ചങ്ങലയിൽ ബന്ധിച്ച് മുഖം വികൃതമാക്കിയതും അന്വേഷണം വഴിതിരിച്ചു വിടാനുള്ള ശ്രമമായിരുന്നുവെന്നാണ് സൂചന. പോലീസ് അന്വേഷണത്തിലെ വീഴ്ച ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് പ്രതിഷേധത്തിനൊരുങ്ങുകയാണ്. സെപ്റ്റംബർ 23-നാണ് പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ മുക്കടവ് പാലത്തിന് സമീപം ചെങ്കുത്തായ മലമുകളിൽ മൃതദേഹം കണ്ടെത്തിയത്. വലത് കൈയിലും കാലുകളിലും ചങ്ങല ചുറ്റി മരത്തിലൂടെ താഴിട്ട് പൂട്ടിയ നിലയിലായിരുന്നു മൃതദേഹം. വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തീവെച്ച് മുഖം വികൃതമാക്കിയിരുന്നു. മൃതദേഹത്തിനടുത്ത് നിന്ന് കീറിയ നിലയിൽ ഒരു ബാഗ് കണ്ടെത്തിയിരുന്നു. അതിൽ ഒരു മിഠായിയും കുറച്ച് നാണയത്തുട്ടുകളുമാണ് ഉണ്ടായിരുന്നത്. ഒഴിഞ്ഞ കന്നാസ്, കുപ്പി, കത്രിക എന്നിവയും സമീപത്ത് നിന്ന് കണ്ടെടുത്തിരുന്നു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ 40-നും 50-നും വയസ്സിന് ഇടയ്ക്ക് പ്രായമുള്ളയാളാണ് മരിച്ചതെന്ന് വ്യക്തമായി. കൊല്ലപ്പെട്ടയാളുടെ ഇടതുകാലിന് സ്വാധീനമുണ്ടായിരുന്നില്ല. മൃതദേഹത്തിന് ഏകദേശം 1.5 ആഴ്ചയോളം പഴക്കമുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കൊട്ടാരക്കര റൂറൽ SP സ്ഥലം സന്ദർശിക്കുകയും പുനലൂർ DYSPയുടെ നേതൃത്വത്തിൽ 20-അംഗ പ്രത്യേക സംഘത്തെ അന്വേഷണത്തിന് നിയോഗിക്കുകയും ചെയ്തു. എന്നാൽ കൊല്ലപ്പെട്ടതാരെന്നോ കൊല നടത്തിയതാരെന്നോ ഒരു സൂചനയും പോലീസിന് ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ദക്ഷിണ മേഖല DIG സബിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്ന് അന്വേഷണ പുരോഗതി വിലയിരുത്തിയിരുന്നു. കേരളത്തെ നടുക്കിയ കൊലപാതകം അതിന്റേതായ ഗൗരവത്തിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ടോ എന്ന സംശയമാണെന്ന് സ്ഥലം സന്ദർശിച്ച കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടണമെന്നാണ് ഇവരുടെ ആവശ്യം. കൊല്ലം ജില്ലയിലെ പിറവന്തൂർ പഞ്ചായത്തിൽ മുക്കടവ് എന്ന സ്ഥലത്ത് ഒരു കുന്നിന്റെ മുകളിൽ നടന്ന ഈ കൊലപാതകം ആളുകേറാമല എന്നാണ് അറിയപ്പെടുന്നത്. ഇന്നേ വരെയായിട്ടും ഇത് കണ്ടുപിടിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല.
അടിയന്തരമായി ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി ഇതിൻ്റെ എന്താണ് സംഭവം, ആരാണ് മരിച്ചത്, ആരാണ് കൊല ചെയ്യപ്പെട്ടത്, ആരാണ് ഇത് ചെയ്തത്, മരിച്ച ആൾ ആരാണ് എന്ന് ബോധ്യപ്പെടുത്താനും ഈ നാട്ടിലെ ആളുകളുടെ ഭീതി ഒഴിവാക്കാനും ഇത് കഴിയണം. എല്ലാവിധ സാങ്കേതിക വിദ്യയും നമുക്ക് ഉപയോഗിക്കാവുന്ന AI സംവിധാനങ്ങൾ അടക്കമുള്ള ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ പോലും ഈ കൊലപാതകത്തിൻ്റെ നിഷ്ഠൂരമായ കൊലപാതകത്തിൻ്റെ ഒരു മനുഷ്യനെ ചങ്ങലക്കിട്ട് കൊല്ലുക, ആസിഡ് ഒഴിച്ച് കൊല്ലുക, വളരെ മൃഗീയമായി കൊലപ്പെടുത്തുക, ഇത്തരത്തിൽ നാടിനെ ഭീതിയിലാക്കിയ ഈ സംഭവം അതിൻ്റെ ചുരുളഴിക്കുവാൻ ഈ ലോക്കൽ പോലീസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭയാനകമായ പേടിപ്പെടുത്തുന്ന ഒരു കൊലപാതകമാണ് പുനലൂരിൽ ഉണ്ടായിട്ടുള്ളത്. ദേശീയ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയിരിക്കുന്നു. ഇത് ഡിറ്റക്റ്റീവ് നോവലുകളിൽ പോലും ഇത്തരത്തിലുള്ള കൊലപാതകത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നില്ല. ഇത് സാധാരണക്കാരെ, ബിസിനസ്സുകാരെ, വ്യാപാരികളെ ഒക്കെ ഭയപ്പെടുത്തുന്ന, ഭൂവുടമകളെ ഒക്കെ ഭയപ്പെടുത്തുന്ന തരത്തിൽ ക്രമസമാധാന നില തകർന്നതിൻ്റെ ഉദാഹരണമാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത്. പുനലൂർ, പത്തനാപുരം മണ്ഡലങ്ങളുടെ സംഗമസ്ഥാനമാണ് മുക്കടവ്. 2 മണ്ഡലങ്ങളിലെയും നേതാക്കളും പ്രവർത്തകരുമാണ് കൊലപാതകം നടന്ന സ്ഥലത്ത് സന്ദർശനം നടത്തി പ്രതിഷേധം അറിയിച്ചത്. അന്വേഷണം ഊർജിതമാക്കിയില്ലെങ്കിൽ അതിശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് 18 പുനലൂർ. കേരളത്തിലെ ചില നഗരങ്ങളിലൂടെ യാത്ര ചെയ്താൽ അനുമതിയില്ലാതെ വാഹനങ്ങളുടെ ഗ്ലാസുകൾ വൃത്തിയാക്കുന്നവരെ കാണാൻ കഴിയും. ട്രാഫിക് സിഗ്നലുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരം സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുന്നത്. വാഹന ഉടമയോട് ചോദിക്കാതെ ഗ്ലാസ് വൃത്തിയാക്കുന്നവർ പിന്നീട് പണം ആവശ്യപ്പെടും. പണം നൽകിയില്ലെങ്കിൽ മോശമായി പെരുമാറുന്നതാണ് ഇവരുടെ രീതി. സമാനമായൊരു സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കണ്ണൂർ നഗരത്തിലാണ് വാഹന ഉടമയ്ക്ക് നേരെ അതിക്രമമുണ്ടായത്. സിഗ്നൽ ജംഗ്ഷനിൽ നിർത്തിയിട്ട വാഹനയാത്രക്കാരെ ശല്യം ചെയ്തയാൾക്കെതിരെ പോലീസ് കേസെടുത്തു. രാജസ്ഥാൻ സ്വദേശിയായ ഭോജ്രാജിനെതിരെയാണ് കണ്ണൂർ ടൗൺ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. LIC ജീവനക്കാരിയായ അലവിൽ തളാപ്പ് സ്വദേശിനി ശ്രീലയ നൽകിയ പരാതിയിലായിരുന്നു പോലീസ് നടപടി. ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ജോലി കഴിഞ്ഞ് കാറിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ശ്രീലയ ട്രാഫിക് പോലീസ് കാൾ ടെക്സ്റ്റ് സർക്കിളിൽ സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റിന്റെ സ്റ്റോപ്പ് സിഗ്നൽ കണ്ട് നിർത്തിയതായിരുന്നു. ടൗണിൽ സ്ഥിരമായി കേന്ദ്രീകരിക്കുന്ന ഉത്തരേന്ത്യൻ സംഘം നിർത്തിയിട്ട വാഹനത്തിന്റെ നേരെ എത്തുകയും അനുവാദമില്ലാതെ ഗ്ലാസ് വൃത്തിയാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിനെ എതിർത്തതോടെ യുവതിക്ക് നേരെ രാജസ്ഥാൻ സംഘം അസഭ്യവർഷം നടത്തി. ഈ ദൃശ്യം യുവതി തന്നെയാണ് മൊബൈലിൽ പകർത്തിയത്. ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് പോലീസിൽ പരാതി നൽകിയത്. തുടർന്നാണ് രാജസ്ഥാൻ സ്വദേശിയായ ഭോജ്രാജ് ബഗ്ദിക്കെതിരെ കണ്ണൂർ ടൗൺ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. നഗരത്തിലെത്തുന്ന ആളുകൾക്ക് പൊതുശല്യമായി മാറുകയാണ് ഇത്തരം സംഘങ്ങൾ. പ്രവൃത്തികളെ എതിർക്കുന്ന വാഹനങ്ങൾക്ക് നേരെ അക്രമം നടത്തുക എന്നത് ഇവരുടെ പതിവ് രീതിയാണ്. നേരത്തെയും വാഹന ഉടമകൾക്ക് ഇക്കാര്യത്തിൽ പരാതിയുണ്ടായിരുന്നു. എന്നാൽ ഇത്തരം സംഘങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള യാതൊരു ഇടപെടലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് ജനങ്ങളുടെ ആക്ഷേപം. സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഇത്തരക്കാരുടെ പ്രവർത്തനം വ്യാപകമാണ്. കരാർ അടിസ്ഥാനത്തിൽ ഇവരെ സംഘമായി എത്തിക്കുന്നതിന് പിന്നിൽ വലിയ മാഫിയ തന്നെ പ്രവർത്തിക്കുന്നതായാണ് വിവരം. ന്യൂസ് 18 കണ്ണൂർ. പാലക്കാട് പട്ടാമ്പി ആമയൂരിൽ കേരളോത്സവത്തിന്റെ ഭാഗമായുള്ള ഫുട്ബോൾ മത്സരത്തിനിടെ ഉണ്ടായ സംഘർഷമാണ് പോലീസ് പട്രോൾ ഇനി പരിശോധിക്കുന്നത്. നാട്ടുകാരും യുവാക്കളും ചേരുതിരിഞ്ഞ് ഏറ്റുമുട്ടിയ സംഭവത്തിൽ കൊപ്പം പോലീസ് കേസെടുത്തു. സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വീഡിയോ പ്രകാരം കണ്ടാലറിയാവുന്ന 20 പേർക്കെതിരെയാണ് നടപടി. മത്സരശേഷമുണ്ടായ ചെറിയ വാക്കുതർക്കമാണ്
വലിയ സംഘർഷത്തിലേക്ക് നയിച്ചത്. കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ കേരളോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഫുട്ബോൾ മത്സരത്തിനിടെയുണ്ടായ വാക്കുതർക്കമാണ് ഞായറാഴ്ച വൻ സംഘർഷത്തിൽ കലാശിച്ചത്. പുതിയ റോഡ് ജംഗ്ഷനിൽ പ്രദേശത്തെ നാട്ടുകാരും യുവാക്കളും അടങ്ങുന്ന ആളുകൾ ചേരിതിരിഞ്ഞായിരുന്നു അടിപിടി. സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെയാണ് കൊപ്പം പോലീസ് കേസെടുത്തത്. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ടാലറിയാവുന്ന 20 പേർക്കെതിരെയാണ് കേസ്. നടുറോഡിൽ ഏറ്റുമുട്ടിയ ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം വിഷയത്തിൽ ഇടപെട്ടതായാണ് സൂചന. സംഘർഷം രൂക്ഷമായതോടെ വൻ പോലീസ് സന്നാഹവും സ്ഥലത്തുണ്ടായിരുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയാണ് കൊപ്പം പോലീസ്. ന്യൂസ് 18 പട്ടാമ്പി. കള്ളനെ പിടിക്കാൻ 2500ഓളം കിലോമീറ്റർ താണ്ടിയുള്ള സാഹസിക യാത്ര. പിന്നീട് രഹസ്യവേഷത്തിൽ ഒരാഴ്ചയോളം ബംഗാളിൽ താമസം. തിരുവനന്തപുരം കഠിനംകുളത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്നും ലക്ഷങ്ങൾ കവർന്ന പ്രതിയെ പിടികൂടാനാണ് കഠിനംകുളം പോലീസ് ബംഗാളിലെത്തിയത്. ഒടുവിൽ ബംഗാൾ പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പൊക്കുകയും ചെയ്തു. ബംഗാൾ സ്വദേശി സൽമാൻ മുണ്ടയാണ് പോലീസിന്റെ പിടിയിലായത്. കവർച്ചയ്ക്ക് പിന്നാലെ നാടുവിട്ട ഹോട്ടൽ ജീവനക്കാരനായ സൽമാൻ തിരുപ്പൂർ, ചെന്നൈ എന്നിവിടങ്ങളിൽ തങ്ങിയ ശേഷമാണ് ബംഗാളിലെത്തിയതെന്നാണ് സൂചന. ഈ മാസം 17-നാണ് കഠിനംകുളത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലായ ലേക്ക് പാലസിൽ അറസ്റ്റിലായ സൽമാൻ കവർച്ച നടത്തിയത്. ബാർ മാനേജറുടെ ക്യാബിനിൽ സൂക്ഷിച്ചിരുന്ന 2,30,000 രൂപ കൈക്കലാക്കിയ ശേഷം ഇയാൾ കേരളം വിടുകയായിരുന്നു. സംഭവ ദിവസം വെളുപ്പിന് സെക്യൂരിറ്റി ക്യാബിനിൽ സൂക്ഷിച്ചിരുന്ന ബാറിന്റെ താക്കോൽ രഹസ്യമായി കൈവശപ്പെടുത്തിയായിരുന്നു മോഷണം. കവർച്ച നടത്തിയ ശേഷം താക്കോലുകൾ യഥാസ്ഥാനത്ത് വെച്ചിട്ടാണ് ഹോട്ടലിൽ നിന്നും പ്രതി മുങ്ങിയത്. തുടർന്ന് ഇയാൾ ആദ്യം തിരുപ്പൂർ, ചെന്നൈ എന്നിവിടങ്ങളിലും തുടർന്ന് ബംഗാളിലെ ജയ്പാൽഗുരിയിലും എത്തി. കേസിൻ്റെ അന്വേഷണത്തിലും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിലേക്കായി ഒരു സ്പെഷ്യൽ ടീമിനെ SI അനൂപിൻ്റെ നേതൃത്വത്തിൽ സുരേഷ്, ഹാഷിം എന്നിവർ ഉൾപ്പെടുന്ന ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവരെ ഞാൻ വെസ്റ്റ് ബംഗാളിലേക്ക് അയക്കുകയുണ്ടായി. അവിടെ എത്തിയ 23-ാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിൽ അവർ വെസ്റ്റ് ബംഗാളിലേക്ക് പുറപ്പെടുകയും അവിടെ എത്തി വെസ്റ്റ് ബംഗാൾ പോലീസിൻ്റെ സഹായത്തോടെ വളരെ ത്യാഗം സഹിച്ച് കഷ്ടപ്പെട്ട് ഭൂട്ടാൻ ബോർഡർ പ്രദേശമായ ജയ്പാൽഗുരി എന്ന ആ സ്ഥലത്ത് നിന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യാനുണ്ടായത്. അറസ്റ്റ് ചെയ്ത് വളരെ ദുർഘടം പിടിച്ച ട്രെയിൻ യാത്രയിലൂടെയാണ് പ്രതിയെ ഇവിടെ കൊണ്ടെത്തിക്കാൻ സാധിച്ചത്. തിരുവനന്തപുരം റൂറൽ SP KS സുദർശൻ IPSന്റെ നിർദ്ദേശാനുസരണം ആറ്റിങ്ങൽ DYSP മഞ്ജുലാലിന്റെ മേൽനോട്ടത്തിൽ കഠിനംകുളം SI അനൂപ്, CPOമാരായ ഹാഷിം, സുരേഷ് എന്നിവരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. വെസ്റ്റ് ബംഗാളിലെത്തിയ പോലീസ് സംഘം അവിടുത്തെ പോലീസിന്റെ സഹായത്തോടെ അതിസാഹസികമായാണ് പ്രതിയെ പിടികൂടിയത്. കഴിഞ്ഞ ഒരാഴ്ചയായി ബംഗാളിൽ തങ്ങി പ്രതിയുടെ നീക്കങ്ങൾ വ്യക്തമായി നിരീക്ഷിച്ച ശേഷമാണ് കഠിനംകുളം പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കഠിനംകുളത്തെത്തിച്ച പ്രതിയെ ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഈ വർഷം കഠിനംകുളം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭൂരിഭാഗം മോഷണ കേസുകളിലും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് കഠിനംകുളം CI സജു പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ആറ്റിങ്ങൽ.
പകൽ സമയങ്ങളിൽ കാറിലും ബസ്സിലും യാത്ര, അതിനിടെ ആൾതാമസമില്ലാത്ത വീടുകൾ കണ്ടുവയ്ക്കും, രാത്രിയിൽ കവർച്ചയ്ക്ക് ഇറങ്ങും. കേരളത്തിൽ കവർച്ച ലക്ഷ്യമിട്ടെത്തിയ അന്തർ സംസ്ഥാന മോഷ്ടാക്കളുടെ രീതിയാണിത്. മലപ്പുറത്ത് ഫ്ളാറ്റ് വാടകയ്ക്കെടുത്താണ് മോഷണം ആസൂത്രണം ചെയ്യുന്നത്. സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നിരവധി കവർച്ചാ കേസുകളിലെ പ്രതിയായ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. വഴിക്കടവ് സ്വദേശി വാക്കയിൽ അക്ബർ, കൊളത്തൂർ കുറുവ സ്വദേശി അബ്ദുൽ കരീം എന്നിവരാണ് പിടിയിലായത്. മോഷണത്തിന് ശേഷം വിവിധ സംസ്ഥാനങ്ങളിൽ കറങ്ങി നടന്ന് ആഡംബര ജീവിതം നയിക്കുന്നതാണ് പ്രതികളുടെ രീതിയെന്ന് പോലീസ് പറയുന്നു. ആൾപ്പാർപ്പില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്താൻ ആസൂത്രണം ചെയ്യുന്നതിനിടെയാണ് അന്തർ സംസ്ഥാന മോഷ്ടാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം ജില്ലയ്ക്കകത്തും പുറത്തുമായി 50ലധികം മോഷണക്കേസുകളിൽ പ്രതികളായ വഴിക്കടവ് സ്വദേശി വാക്കയിൽ അക്ബർ, കൊളത്തൂർ കുറുവ സ്വദേശി കളംതോടൻ അബ്ദുൽ കരീം എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം, പാലക്കാട്, വയനാട്, കോഴിക്കോട് ജില്ലകളിലായി 50ലധികം മോഷണക്കേസുകളിൽ പ്രതികളാണ് ഇരുവരും. പകൽ സമയങ്ങളിൽ കാറിലും ബസ്സിലും യാത്ര ചെയ്ത കറങ്ങി നടന്ന് ആൾതാമസമില്ലാത്ത വീടുകൾ കണ്ടുപിടിച്ച ശേഷം രാത്രിയിൽ മോഷ്ടിക്കുന്നതാണ് പ്രതികളുടെ രീതി. മോഷണം മുതൽ പങ്കിട്ടെടുത്ത ബംഗളൂരു, ആന്ധ്ര, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ കറങ്ങി നടന്ന ആഡംബര ജീവിതം നയിക്കുകയാണ് പ്രതികൾ ചെയ്തിരുന്നത്. മലപ്പുറം ജില്ലയിൽ ആൾപ്പാർപ്പില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം പതിവായതിനെ തുടർന്ന് ഇത്തരം കേസുകളിൽ മുൻ പ്രതികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ മലപ്പുറം എസ്.പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചിരുന്നു. നേരത്തെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടതോടെ നാടുവിട്ട അബ്ദുൽ കരീം മറ്റ് സംസ്ഥാനങ്ങളിലും നേപ്പാളിലുമായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. അതിനിടെ വീണ്ടും മോഷണം നടത്താൻ പദ്ധതിയിട്ട് അക്ബറുമായി ചേർന്ന മഞ്ചേരി നറുകര ഭാഗത്ത് ഫ്ളാറ്റ് എടുത്ത് ഒരാഴ്ചയായി താമസിച്ചു വരികയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. വഴിക്കടവ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന മോഷണക്കേസിൽ അറസ്റ്റിലായ അക്ബർ 1.5 മാസം മുൻപാണ് ജാമ്യത്തിലിറങ്ങിയത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ, പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ കൊളത്തൂർ എസ്.ഐ ഷിജോസി തങ്കച്ചൻ, നിതിൻ ആന്റണി, ഡാൻസ് ഓഫ് സ്ക്വാഡ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് 18 തിരൂർ. നോക്കുകൂലിയും അന്യായമായ വേതനവും ആവശ്യപ്പെട്ട് തൊഴിലാളി യൂണിയനുകൾ അക്രമങ്ങൾ അഴിച്ചുവിട്ടിരുന്ന ഒരു കാലം ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും. തൊഴിലാളി നേതാക്കൾ പറയുന്ന കൂലി കൊടുത്തില്ലെങ്കിൽ പിന്നെ ഗുണ്ടായിസമാണ്. തിരുവനന്തപുരം പാപ്പനംകോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ സമാനമായൊരു തൊഴിൽ തർക്കമുണ്ടായി. അത് പിന്നീട് അക്രമത്തിലാണ് കലാശിച്ചത്. യുവ സംരംഭകന്റെ കമ്പനിയിൽ നിന്നും കൂടുതൽ കൂലി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണ് കയ്യേറ്റത്തിലേക്ക് നീങ്ങിയത്. ജീവനക്കാർക്ക് നേരെയുള്ള കയ്യേറ്റത്തിനെതിരെ എസ്റ്റേറ്റിലെ മുഴുവൻ സ്ഥാപനങ്ങളും അടച്ചിട്ട് തൊഴിലുടമകൾ പ്രതിഷേധം നടത്തി. അക്രമത്തിന് നേതൃത്വം നൽകിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. നേമം സ്വദേശി ഹാഷിം നടത്തുന്ന വേണാട് പോളിമേഴ്സ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനെയും ബന്ധുവിനെയുമാണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ കയറ്റിറക്ക് തൊഴിലാളികൾ മർദ്ദിച്ചത്. പഴയ പ്ലാസ്റ്റിക് കസേരകൾ പുനരുപയോഗത്തിനായി പൊടിച്ച് നിർമ്മാണ കമ്പനികൾക്ക് വിതരണം നടത്തുന്ന സ്ഥാപനമാണ് വേണാട് പോളിമേഴ്സ്. കയറ്റിറക്ക് തൊഴിലാളികളുമായി കൂലിത്തർക്കം നിലനിൽക്കുന്നതിനാൽ കുറച്ചു ദിവസങ്ങളായി ഇവിടെ നിന്നും ലോഡ് കയറ്റി അയക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അടിയന്തരമായി അയക്കേണ്ട ലോഡ് ജീവനക്കാർ തന്നെ ലോറിയിലേക്ക് കയറ്റിയത് ചോദ്യം ചെയ്തായിരുന്നു ലോറി ഡ്രൈവറെയും ഉടമയുടെ പിതാവിന്റെ അനുജനെയും തൊഴിലാളികൾ മർദ്ദിച്ചത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇവിടുത്തെ മുഴുവൻ സ്ഥാപനങ്ങളും അടച്ചിട്ട് പ്രതിഷേധിക്കുന്നത്. എന്റെ യൂണിറ്റിലെ സ്റ്റാഫുകൾ ലോഡ് കയറ്റി ഏകദേശം ഒരു പകുതിയോളം ആയപ്പോഴത്തേക്ക് ഒരു 3-4 പേര് വരികയും ഡ്രൈവറിനെ വണ്ടിയിൽ നിന്ന് വലിച്ചിറക്കി മർദ്ദിക്കുകയും ചെയ്തു. എന്റെ യൂണിറ്റ് ഇൻചാർജ് എന്റെ ഒരു അടുത്ത ബന്ധുവാണ്. തടയാൻ ചെന്ന പുള്ളിയെയും പിടിച്ചു തള്ളുകയും മർദ്ദിക്കുകയും ചെയ്തു. പാപ്പനംകോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ചുമട്ടുതൊഴിലാളികൾ ചട്ടവിരുദ്ധമായി പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ കമ്പനികളുടെ സുഗമമായ നടത്തിപ്പിനെ തന്നെ സാരമായി ബാധിക്കുന്നുണ്ടെന്നാണ് ആക്ഷേപം. സ്പെഷ്യൽ സോണായ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ തൊഴിലാളികൾ കൂലി വർധനവ് ചർച്ചയിലൂടെ ആവശ്യപ്പെടുന്നതിന് പകരം സംരംഭകരെ ഭീഷണിപ്പെടുത്തുന്ന സമീപനം ഉണ്ടായിട്ടുണ്ടെന്നും ആരോപണമുണ്ട്. ആ യൂണിറ്റിനകത്ത് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് ഇത് ചർച്ച ചെയ്യാമല്ലോ. കയറ്റിയെടുക്കുമ്പോൾ പൈസ അവിടെയല്ലേ അടയ്ക്കുന്നത്, ബോർഡിലെ പിഴപ്പലിശ ഉൾപ്പെടെ അടയ്ക്കാമല്ലോ. അത് നിലനിൽക്കുമ്പോൾ കയ്യേറ്റം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ഇത് ചട്ടങ്ങൾക്ക് തൊഴിലാളി നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ല, ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്.
സംഭവത്തിൽ ഹാഷിം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സർക്കാർ കൃത്യമായി ഇടപെടൽ നടത്തിയില്ല എങ്കിൽ കൂടുതൽ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് ഉടമകളുടെ തീരുമാനം. സർക്കാർ സംരംഭകർക്ക് എല്ലാവിധ പിന്തുണയും നൽകി മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിന്റെ വ്യാവസായിക മേഖലയ്ക്ക് തന്നെ കളങ്കം സൃഷ്ടിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ചികിത്സാ പിഴവ് 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ഭാവിയും സ്വപ്നങ്ങളുമാണ് തകർത്തത്. എന്നിട്ടും കുറ്റക്കാരെ ന്യായീകരിക്കുന്ന ഡോക്ടർമാരുടെ സംഘടന. സാധാരണ ഇത്തരം സംഭവങ്ങളിൽ ഡോക്ടർമാരെ സംരക്ഷിക്കുന്ന ആരോഗ്യവകുപ്പ് ഇത്തവണ KGMOയുടെ വിരട്ടലിന് മുന്നിൽ മുട്ടുമടക്കിയില്ല. 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയതിൽ 2 ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തു. ജൂനിയർ റെസിഡന്റ് ഡോക്ടർ മുസ്തഫ, ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സർഫറാസ് എന്നിവർക്കെതിരെയാണ് നടപടി. നിലവിലെ നടപടിയിൽ തൃപ്തിയില്ലെന്നും വീഴ്ച വരുത്തിയ ഡോക്ടർമാരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നും കുട്ടിയുടെ അമ്മ ആവശ്യപ്പെട്ടു. പാലക്കാട് പല്ലശ്ശന സ്വദേശി 9 വയസ്സുകാരി വിനോദിനിയുടെ വലതുകൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിലാണ് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ മുസ്തഫ, ഡോക്ടർ സർഫറാസ് എന്നിവരെ സസ്പെൻഡ് ചെയ്തത്. ചികിത്സാ പ്രോട്ടോകോൾ ലംഘിച്ചെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് സർക്കാർ ഉത്തരവിൽ പറയുന്നു. നടപടിക്കെതിരെ ഡോക്ടർമാരുടെ സംഘടനയായ KGMOയെ രംഗത്തെത്തി. ആരോഗ്യമേഖല നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ മറച്ചുവെക്കാൻ ഡോക്ടർമാരെ ബലിയാടാക്കുന്നതായാണ് ആരോപണം. അതേസമയം നിലവിലെ നടപടിയിൽ തൃപ്തിയില്ലെന്നും വീഴ്ച വരുത്തിയ ഡോക്ടർമാരെ ജോലിയിൽ നിന്ന് പുറത്താക്കണമെന്നും കുട്ടിയുടെ അമ്മ പ്രസീത ആവശ്യപ്പെട്ടു. വീഴ്ച സംഭവിച്ചുവെന്ന് സമ്മതിക്കുന്നതാണ് സസ്പെൻഷൻ. കുഞ്ഞിന് നീതി ഉറപ്പാക്കാൻ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും സഹായം സർക്കാർ ഉറപ്പാക്കണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. സസ്പെൻഡ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. അവർക്ക് പിന്നെയും തിരിച്ച് കയറാനുള്ളതുണ്ടല്ലോ. പക്ഷെ സസ്പെൻഡ് ചെയ്യണ്ട, അവരുടെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടണം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. കാരണം എന്റെ മോൾക്ക് സംഭവിച്ചത് ഇനി വേറെ ആർക്കും സംഭവിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ ഹോസ്പിറ്റലിൽ അവർ അങ്ങനെ പറഞ്ഞത് ഇതൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണെന്ന് അവിടുത്തെ സൂപ്രണ്ട് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നലെ. ഞങ്ങളോട് വരാനൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പാലക്കാട് പല്ലശ്ശന ഒഴിവുപാറ സ്വദേശികളായ വിനോദ്, പ്രസീത ദമ്പതികളുടെ മകളാണ് വിനോദിനി. കളിക്കുന്നതിനിടെ വീണു പരിക്കേറ്റതിനെ തുടർന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് പ്ലാസ്റ്റർ ഇട്ട കുട്ടിയുടെ കൈ പഴുപ്പ് വ്യാപിച്ചതോടെയാണ് മുട്ടിനു താഴെ മുറിച്ചു മാറ്റിയത്. കൈയിൽ പഴുപ്പ് വ്യാപിച്ചതോടെ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അവിടെ വെച്ചാണ് കൈ മുറിച്ചു മാറ്റിയത്. ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവുണ്ടായെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പാലക്കാട്. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി ഷഫീഖും ഇയാളുടെ ഭാര്യയും എക്സൈസിന്റെയും പോലീസിന്റെയും നോട്ടപ്പുള്ളികളാണ്. ലഹരിക്കടത്ത്, മോഷണം, പിടിച്ചുപറി ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ ഷഫീഖും ഭാര്യയും 1 മാസം മുൻപാണ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയത്. ഇതോടെ വീണ്ടും ലഹരി കച്ചവടത്തിലേക്ക് ഇറങ്ങി. മലപ്പുറം കൊണ്ടോട്ടിക്ക് സമീപം അരൂരിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ഷഫീഖ് വീണ്ടും പിടിയിലായി. ഇത്തവണ ഭാര്യയ്ക്ക് പകരം കൂട്ടുകാരെയാണ് ഇയാൾ കൂടെ കൂട്ടിയത്. കാപ്പ കേസ് പ്രതി ഉൾപ്പെടെ 4 പേരെ പോലീസ് അതിസാഹസികമായി പിടികൂടി. 153 ഗ്രാം MDMA-യും 6 ലക്ഷം രൂപയും ഇലക്ട്രോണിക് ത്രാസുകളും ഇവർ സഞ്ചരിച്ച 2 കാറുകളും പിടിച്ചെടുത്തു. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ലഹരി മരുന്നുമായി അരൂർ സ്വദേശി ഷഫീഖ്
വാഴക്കാട് സ്വദേശി തടിയൻ നൌഷാദ് എന്ന നൌഷാദ്, കൊട്ടപ്പുറ സ്വദേശി കുട്ടാപ്പി എന്ന ഷാക്കിർ, ഇല്ലത്തുപടി സ്വദേശി റഷാദ് മുഹമ്മദ് എന്നിവരെയാണ് പോലീസ് അതിസാഹസികമായി പിടികൂടിയത്. നിരവധി കേസുകളിൽ പ്രതിയായ ഷഫീഖ് അടുത്തിടെയാണ് ബംഗളൂരുവിൽ നിന്നും 600 ഗ്രാം MDMA കടത്തുന്നതിനിടയിൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ ഇടിച്ചു തെറിപ്പിച്ചത്. ഈ കേസിൽ ഷഫീഖും ഭാര്യയും പിടിയിലായി ജാമ്യത്തിലിറങ്ങിയിട്ട് 1 മാസമാകുന്നതേയുള്ളൂ. ഷഫീഖിനെതിരെ വയനാട്ടിൽ 3.5 കോടി തട്ടിയ കേസും പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ലഹരി കേസും കൊണ്ടോട്ടിയിൽ മോഷണക്കേസും നിലവിലുണ്ട്. ഇയാൾ 1 വർഷം കാപ്പ പ്രകാരം ജയിലിലും കിടന്നിട്ടുണ്ട്. ജാമ്യത്തിലിറങ്ങിയ ശേഷം വീണ്ടും കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ലഹരി വിൽപ്പനയിൽ സജീവമാവുകയായിരുന്നു. നൌഷാദ് വയനാട്ടിൽ MDMA പിടികൂടിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയതാണ്. വേറെയും കേസുകളുണ്ട്. പ്രതികളിൽ നിന്നും 153 ഗ്രാം MDMAയും 1.5 ലക്ഷം രൂപയും ഇലക്ട്രോണിക്സ് ത്രാസുകളും കണ്ടെടുത്തു. പ്രതികൾ ലഹരി വിൽപ്പനയ്ക്കായി ഉപയോഗിച്ച 2 കാറുകളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നേരത്തെ പ്രതികളായ NDPS കേസിലെ പ്രതികളായ കുറച്ചുപേർ വിൽപ്പനയ്ക്കായി എത്തിയിട്ടുണ്ടെന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നലെ രഹസ്യമായി ഒരു നിരീക്ഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 7-അംഗ സംഘത്തെ, 2 കാറിലായി വന്ന 7-അംഗ സംഘത്തെയാണ് നമ്മൾ പിടിയിലാക്കാൻ ശ്രമിച്ചത്. അതിൽ 3 പേര് നമ്മുടെ ഓപ്പറേഷൻ്റെ ഇടയ്ക്ക് നമ്മുടെ അടുത്ത് നിന്നും കടന്നു കളഞ്ഞിട്ടുണ്ട്. ബാക്കി 4 പേരുടെ കൈവശത്തു നിന്നും നമുക്ക് ഏകദേശം 150 ഗ്രാമോളം MDMA നമുക്ക് കണ്ടെടുക്കുവാനും അത് വിൽപ്പനയ്ക്കായുള്ള അതിൽ ക്യാഷും മറ്റ് പില്ലും, എക്സ്റ്റസി എന്നറിയപ്പെടുന്ന പില്ലും കണ്ടെത്തിയിട്ടുള്ളതാണ്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥ് IPS ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി ASP കാർത്തിക് ബാലകുമാർ, ഇൻസ്പെക്ടർ ഷമീർ, ഡാൻസ് ഓഫ് സബ് ഇൻസ്പെക്ടർ വാസു എന്നിവരുടെ നേതൃത്വത്തിൽ കൊണ്ടോട്ടി ഡാൻസ് ഓഫ് ടീമും കൊണ്ടോട്ടി പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് 18 മലപ്പുറം. സമൂഹത്തെ നശിപ്പിക്കുന്ന മാരക ലഹരി മരുന്നുകളുടെ കടത്ത് എത്ര രഹസ്യമായി നടത്തിയാലും അതിനെ ചെറുക്കാൻ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നുണ്ട്. പുലർച്ചെ 3 മണിക്ക് കാറിൽ കടത്തുകയായിരുന്ന MDMA കൊല്ലം പോലീസ് ഒളിച്ചിരുന്ന് പിടികൂടി. 300 ഗ്രാം MDMAയുമായി 2 പേരാണ് പിടിയിലായത്. രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസും ഡാൻസാഫും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ വലയിലായത്. കണ്ണനല്ലൂർ സ്വദേശികളായ സാബിർ റൂഫിയും തങ്ങൾ, നജുമൽ എന്നിവരാണ് പിടിയിലായത്. ചാത്തന്നൂർ ACPയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് ഇവരെ പിടികൂടിയത്. കൊട്ടിയം മൈലപ്പൂരിലായിരുന്നു പരിശോധന. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘവും ഡാൻസ് ഓഫ് യൂണിറ്റും സംയുക്തമായി ഓപ്പറേഷൻ നടത്തിയത്. കാറിന്റെ ഡാഷ്ബോർഡിനുള്ളിൽ ഒളിപ്പിച്ചിരുന്ന 300 ഗ്രാം MDMAയാണ് പിടിച്ചെടുത്തത്. പ്രതികൾ മയക്കുമരുന്ന് ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ വിൽപ്പന നടത്താനായി കൊണ്ടുപോവുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. ചോദ്യം ചെയ്യലിൽ പ്രതികളിൽ ഒരാൾ പരസ്പര വിരുദ്ധമായ മൊഴിയും നൽകി. പിടികൂടിയ 2 പേരെയും ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് കേസെടുത്തു. അതിൽ 300 ഗ്രാം MDMA കിട്ടിയിട്ടുണ്ട്. അതിലെ പ്രതികള് സാബിറാജ് ഏലിയാസ് തങ്ങള്, സാബിറ റൂഫ് ഏലിയാസ് തങ്ങള്, നജ്മൽ എന്നിവരാണ്. ഇവര് മുട്ടയ്ക്കാവ് സ്വദേശികളാണ്. വെളുപ്പിന് 3 മണിക്കാണ് അതിൻ്റെ ഓപ്പറേഷൻ നടന്നത്. അതിൽ 300 ഗ്രാം MDMA കിട്ടിയിട്ടുണ്ട്. ബാക്കി പ്രൊസീജിയർ നടന്നു വരികയാണ്. പിടികൂടിയ MDMAക്ക് ലക്ഷങ്ങൾ വിലമതിക്കുമെന്നും അന്വേഷണം സംസ്ഥാന തലത്തിലേക്ക് വ്യാപിപ്പിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു.
ന്യൂസ് 18 കൊല്ലം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കോതമംഗലത്ത് സ്വകാര്യ ബസ്സിൽ യുവതിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയയാളെ ഊന്നുകൽ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് മേദല സ്വദേശി ബിജു. കായംകുളത്ത് കാപ്പ നിയമപ്രകാരം കുപ്രസിദ്ധ ഗുണ്ടയെ അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കിലാക്കി. പത്തിയൂർ സ്വദേശി ചിന്തു എന്ന അമലിനെയാണ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അടച്ചത്. കണ്ണൂരിൽ 23 ഗ്രാം MDMA-യുമായി 2 പേരെ ടൗൺ പോലീസ് പിടികൂടി. കൊറ്റാളി അത്താഴക്കുന്ന് സ്വദേശി ജസീൽ പി, കൊറ്റാളി ഷാദുലിപ്പള്ളി സ്വദേശി നിയാസ് വി എന്നിവരാണ് പിടിയിലായത്. AI യുഗത്തിൽ നമുക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ChatGPT-യോട് ചോദിച്ചാൽ മതി, കൃത്യമായ ഉത്തരം കിട്ടുമല്ലേ? അതുകൊണ്ട് തന്നെ അറിവ് നേടാൻ മാത്രമല്ല, ചില കുറ്റകൃത്യങ്ങൾ ചെയ്യാനും ചിലർ ഈ സാങ്കേതികവിദ്യയുടെ സഹായം തേടാറുണ്ട്. ChatGPT-യിൽ സംശയങ്ങൾ ചോദിച്ചാൽ മറുപടി ഉറപ്പാണ്. എന്നാൽ അതൊരു ഡിജിറ്റൽ തെളിവാണെന്ന് കൂടി മനസ്സിലാക്കിയാൽ നല്ലത്. ഫ്ലോറിഡയിലെ ഒരു സ്കൂളിൽ കൂട്ടുകാരനെ എങ്ങനെ കൊല്ലണമെന്ന് 13-കാരൻ ChatGPT-യോട് ചോദിച്ചു. തൊട്ടു പിന്നാലെ പോലീസ് എത്തി പയ്യനെ പൊക്കുകയും ചെയ്തു. സ്കൂളിലെ കമ്പ്യൂട്ടർ ലോഗിൻ ചെയ്ത കുട്ടി ക്ലാസ്സിനിടയിൽ വെച്ച് സുഹൃത്തിനെ എങ്ങനെ കൊല്ലാമെന്നാണ് ചോദിച്ചത്. ഗാഗിൾ എന്ന AI നിരീക്ഷണ സംവിധാനം സ്കൂളിലെ റിസോഴ്സ് ഓഫീസർക്ക് ഉടനടി ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകി. പിന്നാലെയാണ് പോലീസ് എത്തി 7ാം ക്ലാസ്സുകാരനെ അറസ്റ്റ് ചെയ്തത്. വെറും തമാശയ്ക്ക് ചോദിച്ചതാണെന്ന് 13-കാരൻ പോലീസിനോട് പറഞ്ഞെങ്കിലും സംഭവം അത്ര തമാശയായി കാണാനാവില്ല. ChatGPT-യോട് എന്ത് ചോദിക്കുന്നുവെന്ന കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തണമെന്ന മുന്നറിയിപ്പ് നൽകുന്നതാണ് ഫ്ലോറിഡയിലെ ഈ വിദ്യാർത്ഥിയുടെ അനുഭവം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാവും. നമസ്കാരം.